ഞാൻ കേന്ദ്രത്തിൻ്റെ NHPC എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡയറക്ടറാണ്. ഈ കഴിഞ്ഞ 9-ാം തീയതിയാണ് അതിൽ നിന്ന് ഒഴിഞ്ഞത്. പല പ്രോജക്റ്റുകളുമായി ഞാൻ ഈ വൈദ്യുതി മന്ത്രിയെയും വൈദ്യുതിയുടെ ഈ ബോർഡിൻ്റെ ചെയർമാനെയൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ പറയുന്നത് കേട്ടാൽ ഈ കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് ആരാ ഭരിക്കുന്നതെന്ന് അവരെന്തൊക്കെ വാക്കുകൾ പറഞ്ഞു തമ്മിൽ പേഴ്സണലായിട്ട് സംസാരിച്ച കാര്യത്തെക്കുറിച്ച് ചാനലിൽ വന്നിരുന്ന് പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, യൂണിയനുകളാണ് ഇവിടം ഭരിക്കുന്നത്, ഈ KSEB ഭരിക്കുന്നത്. ഇവിടുത്തെ KSEBയുടെ ഈ CPMൻ്റെ പ്രതിനിധി ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ KSEBയുടെ എംപ്ലോയീസിൻ്റെ നിങ്ങൾ ആ സാലറി ഒന്ന് പ്രസിദ്ധീകരിക്കാമോ? ഈവൻ ഡ്രൈവർമാരുടെ പോലും ഏറ്റവും കുറഞ്ഞ സാലറി എത്രയാണെന്ന് കേട്ടാൽ നമ്മൾ അന്തിച്ചു പോകുന്ന സാലറിയാണ്. ഇത്രയും എണ്ണം ആളുകൾ വേണ്ട. ഞങ്ങൾ 3000 കോടി രൂപ ലാഭം കിട്ടുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ആ കമ്പനിയിൽ ഉള്ളത് 5000-ത്തിനടുത്തുള്ള തൊഴിലാളികളാണ്. ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് മേഖലയിൽ മുഴുവൻ പ്രോജക്റ്റുകളുണ്ട്. കല്ലട പ്രോജക്റ്റ് 2014 ഫ്ലോട്ടിംഗ് സോളാറിൻ്റെ പ്രോജക്റ്റുമായിട്ട് ഞങ്ങൾ വന്നത്. ഫ്ലോട്ടിംഗ് സോളാറിൻ്റെ പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് പോയി ഞാനടക്കമുള്ളവർ പോയി അവിടെ ചെന്ന് നേരിട്ട് കണ്ട് MOU സൈൻ ചെയ്തത്. അന്നുണ്ടായ പുകിലുകളും എത്ര നാളെടുത്തു ഒന്ന് സൈൻ ചെയ്ത് കിട്ടാൻ എന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. നിങ്ങൾ അവിടെ ഇരിക്കുന്ന നിങ്ങൾ ചെയർമാനായിട്ട് വെച്ചേക്കുന്ന ആളെ ഒന്ന് സ്വതന്ത്രമായിട്ട് വിടൂ. ഇതെല്ലാം ലാഭത്തിലാവും. ഇത്രയും തൊഴിലാളികളുടെ ഒന്നും ആവശ്യമില്ല. അതുപോലെ സ്മാർട്ട് മീറ്റർ കൊണ്ടുവന്നു, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നല്ലേ സ്മാർട്ട് മീറ്റർ. പിന്നെ ഈ മീറ്റർ റീഡിങ്ങിന് പോകുന്ന ആളുകളുടെ ആവശ്യമുണ്ടോ? ശരിയാണ്. അധിക നിയമനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല തലങ്ങളിലും KSEB ലാഭത്തിലാണ് എന്ന് BS ഇടയ്ക്കൊരു പരാമർശം നടത്തിയ സമയത്ത് വലിയ ചർച്ചയും ഒക്കെ ആയിരുന്നു. ശ്രീ ജി ജോസഫ്, ചർച്ചയുടെ പുരോഗതിയിൽ അങ്ങേക്കത് ഉന്നയിക്കുകയും ചെയ്യാം.